ആ നമ്മളൊരു എൻട്രി എടുത്തിട്ടുണ്ടെന്ന് നിഫ്റ്റിയിൽ തന്നെയാണ് സ്ഥിരം നമ്മൾ എടുക്കണ പോലെ തന്നെ നമ്മുടെ റെസിസ്റ്റൻസിന്ന് ഒരു റിവേഴ്സൽ വന്നപ്പോഴാണ് നമ്മൾ എൻട്രി എടുത്ത് കൺസിഡർ ചെയ്തിട്ടുള്ളത്. 24,300 പുട്ട് ഓപ്ഷനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഓൾമോസ്റ്റ് അറ്റ് ദ മണി തന്നെയാണ് എടുത്തിട്ടുള്ളത്. മെയിനായിട്ട് റീസൺ എന്താണെന്ന് വെച്ചാൽ മോർണിംഗ് ചെറിയൊരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തിട്ട് പിന്നെ ഒരു വലിയൊരു ക്യാൻഡിൽ വന്നത്. അതിനുശേഷം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 9:45 9:42 ക്യാൻഡിൽ, അത് നമ്മുടെ റെസിസ്റ്റൻസ് ഏരിയ, അതായത് 24,300 275 ഏരിയയിലുള്ള നമ്മുടെ റെസിസ്റ്റൻസ് സോണിൻ്റെ അവിടെ നിന്ന് ഒരു റിവേഴ്സിൽ കാട്ടിയപ്പോഴാണ് 9:45 ക്യാൻഡിൽ നമ്മൾ എൻട്രി എടുത്തത്. ആദ്യം നമ്മൾ എൻട്രി എടുക്കാനുള്ള നമ്മൾ ലിമിറ്റ് വെച്ചിട്ട് എൻട്രി എടുക്കാനുള്ള പ്ലാനിലായിരുന്നു. പക്ഷേ ഷുവർ എൻട്രി ആയ കാരണം പെട്ടെന്ന് എൻട്രി എടുക്കുക ചെയ്തത്. നമ്മൾ ലിമിറ്റ് ഒരു 108 റേഞ്ചിൽ ഇട്ടുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് എൻട്രി വന്നിട്ട് ഇനി മിസ്സായാലോ എന്നുള്ള രീതിയിലാണ് വേഗം തന്നെ എൻട്രി എടുത്തത്. സാധാരണ നമ്മൾ നോർമൽ എടുക്കണ പോലെ തന്നെ 130 ക്വാണ്ടിറ്റിയിൽ നിന്ന് എൻട്രി എടുത്തത്. ഇനിയിപ്പോൾ ഇന്നെന്തായാലും അപ്സൈഡ്, അതായത് ഓവറോൾ ഹൈ പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം ഈ സെയിം ഏരിയയിൽ നിന്ന് തന്നെ നല്ലൊരു ഫോൾ വന്നിട്ടുണ്ട്. ഈ സെയിം ഏരിയയിൽ നിന്ന് തന്നെ നമുക്കിപ്പോൾ ഏകദേശം ഒരു റേഞ്ച് നോക്കുകയാണെങ്കിൽ പലപ്പോഴായിട്ട് നല്ലൊരു ഫോൾ വന്നിട്ടുള്ള ഏരിയ, ഏകദേശം 23 ഏപ്രിലൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. പ്രോഫിറ്റിലാണ് കാണിക്കുന്നത്, മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇന്നിപ്പോൾ എലക്ഷനും റിസൾട്ടിങ് വരുന്ന കാരണം എങ്ങനെയത് മാർക്കറ്റിനെ ചെറുതായിട്ടെങ്കിലും എഫക്റ്റ് ചെയ്യുമെന്നുള്ളത് നമുക്ക് അറിയില്ല. കാരണം കേരളത്തിൽ പിന്നെ രണ്ട് മൂന്ന് സ്ഥലങ്ങളിലെ റിസൾട്ട് മാത്രമല്ല മെയിനായിട്ട് വരുന്നുള്ളൂ. അത് എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നുള്ളത് നമുക്കറിയില്ല. അതായത് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. പ്രോഫിറ്റിലാണ് ഇപ്പോൾ പോണത്. നല്ലൊരു പ്രോഫിറ്റ് കാണിക്കുക വെച്ചെങ്കിൽ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ പോസിറ്റീവിലേക്ക് വെക്കൂട്ടാ. പലപ്പോഴും എൻ്റെ ആദ്യമൊക്കെ SL അടിച്ചിടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ വന്നിട്ടുള്ള ക്യാൻഡിൽസ്, അതായത് ആദ്യം എൻട്രി എടുത്ത ഏരിയയിൽ നിന്ന് നല്ലൊരു ഓപ്പോസിറ്റ് സൈഡിലേക്ക്, അതായത് നമ്മുടെ വ്യൂവിനനുസരിച്ചിട്ട് ഒരു മൂവ് തരും. അപ്പോൾ മൂവ് തരുമ്പോൾ നല്ലൊരു പ്രോഫിറ്റ് കാണിക്കും. അപ്പോൾ ചാടി കയറിയിട്ട് SLനെ ആദ്യം തന്നെ എടുത്തിട്ട് കോസ്റ്റ് കൊണ്ടുവയ്ക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് ഇപ്പോൾ 9:51 ക്രിയേറ്റ് ചെയ്തൊരു നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ, ആ ക്യാൻഡിലിൻ്റെ അല്ലെങ്കിൽ എൻട്രി പോയിന്റിലേക്ക് എടുത്ത് വെച്ചിട്ട് 110 റേഞ്ചിൽ തന്നെ വയ്ക്കാറുണ്ട് ഞാൻ സാധാരണ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പലപ്പോഴും
വലിയൊരു ഫോള് വന്നിട്ട് പിന്നീട് ആ ഭാഗത്തുള്ള എന്തെങ്കിലും പെൻഡിങ് ഓർഡേഴ്സ് ഒക്കെ എടുക്കാൻ പോണ ഒരു ക്യാൻഡിലാണെങ്കിൽ നമ്മുടെ SL, അതായത് കോസ്റ്റ് കൊണ്ടുപോയി വെച്ച് നമ്മുടെ SL ഹിറ്റ് ആവും പെട്ടെന്ന്. എന്നിട്ട് വീണ്ടും നല്ല ടാർഗറ്റിലേക്ക് പോകാറുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു ഇത് മാറ്റിയിട്ട് ആദ്യം തന്നെ എൻട്രി എടുത്തിട്ട് നല്ലൊരു പ്രോഫിറ്റ് കാണിച്ചാലും എൻട്രി കോസ്റ്റിൽ വെക്കാതെ എൻട്രി സ്റ്റോപ്പ് ലോസ് നോർമൽ വെച്ച ഏരിയയിൽ തന്നെ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ട രീതിയിലാണ് ചെയ്തത്. ഇനി ഒരു സ്വിങ് ലോയ്ക്കും, അതായത് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ക്യാൻഡിലിൽ ഒരു സ്വിങ് ലോയ്ക്കും കാണിക്കുകയാണെങ്കിൽ മാത്രം, അതായത് 9.2 അല്ലെങ്കിൽ 9.5 ക്യാൻഡിലേക്കും ക്ലോസ് ചെയ്തിട്ട്, പിന്നെ ഇപ്പം മെയിൻ ചാർട്ടിൽ ഒരു നമ്മുടെ സപ്പോർട്ട് സോണിൽ നീങ്ങി മൂവ് ചെയ്തുകൊണ്ടിരിക്കുക ക്യാൻഡിൽസ്. അപ്പോൾ അവിടെ നിന്ന് ഒരു ഫോള് ആ ഒരു ഏരിയ ബ്രേക്ക് ആവുക വെച്ചെങ്കിൽ, ബ്രേക്ക് ഡൗൺ ചെയ്യുകയെന്ന് വെച്ചെങ്കിൽ നല്ലൊരു ഫോള് താഴത്തേക്ക് വിചാരിക്കുന്നുണ്ട് വരും എന്നുള്ളത്. അപ്പോൾ പ്രീമിയത്തിൽ നല്ലൊരു മൂവ് വന്നാൽ നമുക്ക് എന്തായാലും കോസ്റ്റ് കയറ്റി വയ്ക്കാം. പ്രീമിയത്തിൽ വലിയൊരു മൂവ്, അതായത് നമ്മുടെ ആ സപ്പോർട്ട് ഏരിയയിൽ തന്നെ കുറേ നേരം നിന്നിട്ട് ഇപ്പോൾ ലാസ്റ്റ് ക്യാൻഡിലാണ് 10.9ൻ്റെയും 10.10 ക്യാൻഡിലൊക്കെ ആയിട്ടാണ് ഒരു ചെറിയൊരു സോണ് നമ്മുടെ മെയിൻ ചാർട്ടിൽ, പ്രീമിയത്തിൻ്റെ ചാർട്ടിലല്ല, ഒരു ബ്രേക്ക് ഡൗൺ തന്നിട്ടുള്ളത്. പക്ഷേ അത് എത്രത്തോളം ഷുവറായിട്ട് ക്ലോസ് ചെയ്തെന്നുള്ള നമുക്ക് ഇപ്പോഴും പറയാൻ പറ്റില്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ലൊരു ഇപ്പോൾ തന്നെ നമ്മുടെ 1:3, സാധാരണ 1:3 തരാറാണ് പതിവ്. ഞാൻ അവിടെ നിന്ന് എക്സിറ്റ് ആവാണ്ട്, ഇമോഷൻ വഴി അവിടെ എക്സിറ്റ് ആവാണ്ട് പലപ്പോഴും ലോസിലേക്ക് പോകാനുള്ള നല്ല ചാൻസ് ഉണ്ടാവാറുണ്ട്. പിന്നെ അതായത് ആദ്യം തന്നൊരു പ്രോഫിറ്റ് പിന്നീട് ലോസിലേക്ക് വരുമ്പോൾ പലപ്പോഴും നല്ല ഇമോഷൻസ് വരാറുണ്ട് പലതിലും. എന്തായാലും ഇന്ന് വെച്ചിട്ടുള്ള ആ ഒരു 234 റേഞ്ച്, അതാണ് ടോപ്പ് 8 ലാസ്റ്റ് മെയിൻ ടാർഗറ്റ്, 16,000 വരെ അടുത്തേക്കും പ്രോഫിറ്റ് എന്നുള്ള രീതിയിൽ. പക്ഷെ അത് എത്താനുള്ള ചാൻസ് ഉണ്ട്, പക്ഷെ എത്രത്തോളം എവിടെ എങ്ങനെ എത്തും എന്നുള്ളത് ഇപ്പോഴും അറിയില്ല. കാരണം അടിയിൽ കുറേ സപ്പോർട്ട് ഏരിയകളുണ്ട്. അതൊക്കെയും ബ്രേക്ക് ചെയ്ത് എപ്പോൾ എത്തും എന്നുള്ളത് ഇതാണ്. അത്രയും നേരം പിടിച്ചിരിക്കാൻ ഒറ്റ സിംഗിൾ ഫോളൊക്കെ തരികയാണെങ്കിൽ ഓക്കെ, നമുക്ക് അത് കൺസിഡർ ചെയ്തിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് എക്സിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ പെട്ടെന്നൊരു ഫോള് വന്നിട്ട് പലപ്പോഴും ഒന്ന് റിവേഴ്സിലേക്ക് വന്ന് വീണ്ടും നമ്മുടെ ചിലപ്പോൾ, അപ്പോൾ നമ്മൾ പതിയെ നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ട്രെയിൽ ചെയ്തിട്ട് ഓരോ സ്വിങ് ലോയിലും കൊണ്ടുപോയിരിക്കും. പക്ഷെ ആ സ്വിങ് ലോയ്ക്ക് എടുത്തിട്ട് ചിലപ്പോൾ ഇനി വരുന്ന റിവേഴ്സിലേക്കും വരാൻ സാധ്യത കൂടുതൽ. പിന്നെ അതിന് ശേഷം ചിലപ്പോൾ എല്ലാ സ്വിങ് ലോ എടുത്തിട്ട് എല്ലാ ട്രേഡേഴ്സിൻ്റെ SL കിറ്റായിട്ട് പിന്നെ നല്ലൊരു ഫോള് താഴത്തേക്ക് വരും. അപ്പം അത് രാവിലെ തന്നെ വന്നില്ല, പിന്നെ കുറേ നേരം കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് ആഫ്റ്റർ 11 അല്ലെങ്കിൽ 12 ഒക്കെ ആവും വരിക, 12 മണിക്ക് ശേഷമൊക്കെ. അപ്പോൾ അതിനായിട്ട് നല്ലത് പെട്ടെന്ന് നമ്മൾ ടാർഗറ്റ് നല്ലൊരു എൻട്രി അല്ലെങ്കിൽ എക്സിറ്റ് കിട്ടുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഇറങ്ങാൻ നോക്കുക, ഏറ്റവും നല്ല കാര്യം. അപ്പോൾ നോക്കി നോക്കാം. ഇപ്പോൾ നല്ലൊരു ക്യാൻഡിൽ വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് 1:4 എബവ് വന്നിട്ടുണ്ട്. അപ്പോൾ അതേ നല്ലൊരു ക്യാൻഡിലാണ്. ഈ ഒരു ഏരിയ എപ്പോഴും നല്ലൊരു ഏരിയ ആണ്. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യാൻ നോക്കാം. കാരണം ക്യാൻഡിലിൻ്റെ ആ ഒരു ബോഡി കണ്ടിട്ട് വീണ്ടും ആ ഒരു ഏരിയയിലേക്ക് തന്നെ ക്യാൻഡിൽസ്, അതായത് വീണ്ടും പ്രൈസ് വരാനുള്ള നല്ല ചാൻസ് ഉണ്ട്. ഓൾമോസ്റ്റ് നമ്മുടെ ക്യാപിറ്റലിൻ്റെ 60% കിട്ടിയിട്ടുണ്ട് കേട്ടോ.
ഓക്കെ, ഞാൻ ഈ ട്രേഡ് എക്സിറ്റ് ചെയ്തു. കൂടുതൽ ഇനി ഇമോഷൻസ് വരണ്ടെന്നുള്ള രീതിയിൽ. നല്ലൊരു ദിവസമാണ്. മൈ ഫസ്റ്റ് ട്രേഡ് തന്നെ പ്രോഫിറ്റിൽ നമ്മൾ എക്സിറ്റ് ചെയ്തിട്ടുണ്ടെന്ന്.